തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സുന്ദരമായ ഈ വർഷത്തിൻ്റെ അവസാനത്തെ കർത്തൃദിവസത്തിൽ പ്രഭാതം കാണാൻ ദൈവമായ കർത്താവ് അവസരം തന്നല്ലോ. നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞൊരാണ്ടിലെ ഓരോ കർത്തൃദിവസങ്ങളും വിവിധ രീതിയിൽ നമ്മളെ അനുഗ്രഹിച്ച് ആലോചന തന്നും പ്രീതി വാത്സല്യത്തിൽ കൈപിടിച്ചും സ്നേഹിച്ചും കരുതിയും എല്ലാം നമ്മെ ഓമനിച്ചും വാത്സല്യച്ചും ഇത്രത്തോളം എത്തിച്ച, ഈ ആണ്ടവസാന നാളുകൾ വരെ എത്തിച്ച നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട്, എന്നെ ഈ ഒരാണ്ട് മുഴുവൻ കേൾക്കാൻ താല്പര്യം കാണിച്ച പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇന്ന് നിങ്ങൾക്കെൻ്റെ പ്രഭാതത്തിലെ വന്ദനം അറിയിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവത്തിന് ഒത്തിരി സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. 144 സങ്കീർത്തനം 2 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 144 സങ്കീർത്തനം 2 വാക്യം: എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും ഞാൻ ശരണമാക്കിയിരിക്കുന്നവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. എത്ര വിശാലവും പ്രൗഢവും സുന്ദരവുമായിരിക്കുന്ന വാക്യം! ദൈവത്തെക്കുറിച്ചൊരു ഭക്തൻ്റെ ഹൃദയവിശാലമായിരിക്കുന്ന, വർണ്ണശബളമായിരിക്കുന്ന, മനോഹര സുന്ദരമായിരിക്കുന്ന വാചകങ്ങൾ. ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണെന്നതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ഒരായുസ് കൊണ്ട് ദൈവത്തോട് ഇത്ര വലിയ ഈടുറ്റ ബന്ധം സ്ഥാപിച്ചൊരു മനുഷ്യൻ, വിശുദ്ധ ബൈബിളിൽ ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട ഭക്തൻ. മാത്രമല്ല, സങ്കീർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ദൈവത്തെ പരിചയും പലകയും പാറയും കോട്ടയും സങ്കേതവും ഒക്കെയായി കണ്ട ആ മഹാ ദൈവത്തിൻ്റെ തണലിൽ വളർന്ന ദാവീദ് എന്ന അനുഗ്രഹീതൻ. ഈ സങ്കീർത്തനത്തിനകത്തും അദ്ദേഹം തനിക്ക് ദൈവം ആരായിരുന്നു എന്നതിനെ ഓരോരോ വാക്കുകളിൽ പ്രതിപാദിക്കുകയാണ്. ദയ, കോട്ട, ഗോപുരം, രക്ഷകൻ, പരിച, ശരണമാക്കുന്നവൻ. ഇങ്ങനെ ഓരോരോ വാചകങ്ങളിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഈ വാക്യത്തിനകത്ത് വിരാജിച്ച് വിശദീകരിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരാണ്ട് മുഴുവൻ ദൈവം നമുക്ക് ഏതൊക്കെ വിധത്തിലാണ് ഇതുപോലെ ചിലപ്പോഴൊക്കെ ആരും ദയ കാണിക്കാത്ത സമയത്ത് എൻ്റെ ദയയായി എൻ്റെ കൂടെ നിന്നു. ചിലപ്പോൾ എന്നെ സംരക്ഷിക്കേണ്ട സമയത്ത് ഒരു കോട്ടമതിൽ പോലെ എനിക്ക് ചുറ്റും നിന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിരീക്ഷണം ആവശ്യമായി വന്നപ്പോൾ എന്നെ ഒരു ഗോപുരം ആയി അവൻ നിന്നു. അതിൻ്റെ മുകളിൽ എന്നെ ഇരുത്തി ചുറ്റും വീക്ഷിക്കാൻ ദൈവം അവസരം തന്നു. ചിലപ്പോൾ എൻ്റെ രക്ഷകനായി വന്നു. എനിക്ക് ശത്രു എനിക്ക് നേരെ തൊടുത്തു വിടുന്ന ഒരു തീയമ്പും എന്നിൽ തറയ്ക്കാതെ വണ്ണം ചില വേളയിൽ എൻ്റെ പരിചയമായിരുന്നു. ആശ്രയിപ്പാൻ ആരുമില്ലാതെ പോയല്ലോ എന്ന് തോന്നിയ സ്ഥാനത്ത് എനിക്ക് ശരണമായി എൻ്റെ കൂടെ നിന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് കഴിഞ്ഞൊരു വർഷം എനിക്കും നിങ്ങൾക്കും കൂട്ടാളിയായി കരുതലായി നിന്നു. അതിനെല്ലാം ഈ വർഷാവസാന ദിവസങ്ങളിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരല്ലേ? ഇത് കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷമോ, അതല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം ഒരു അരമിനിറ്റ് നേരത്തേക്ക് സ്പൗസ് ചെയ്ത് നിർത്തിയിട്ട് ദൈവസന്നിധാനത്തിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ, ദൈവപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ കൃപയ്ക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യണം. എന്നെ കരുതിയ, സൂക്ഷിച്ച, പരിപാലിച്ച, സംരക്ഷിച്ച എൻ്റെ ദൈവം ഓരോരോ വേളകളിൽ, ഓരോരോ സന്ദർഭങ്ങളിൽ, ഓരോരോ വിധത്തിൽ കരുതിയ ദൈവം, അതൊന്ന് ഓർക്കണം. ഓർക്കാതെ പോകരുത്. ഈ ഓട്ടത്തിനും തിരക്കിനും ഇടയിൽ കഴിഞ്ഞൊരാണ്ട് മുഴുവൻ ദൈവം നമുക്ക് ഏതൊക്കെ വിധത്തിൽ ആരായിരുന്നു എന്നത് മറക്കരുത്, മറന്നു പോകരുത്. അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിലെ അവസാനത്തെ ഭാഗമാണ് ഏറ്റവും പ്രധാന ചിന്തയ്ക്ക് ഇന്ന് ആധാരമായിട്ടെടുക്കുന്നത്. ദാവീദ് പറയുന്നത് എൻ്റെ പരിചയം കോട്ടയും ഒക്കെ ആയിരുന്നു ശരി. എന്നിട്ട് അടുത്ത ഏറ്റവും അവസാനം പറയുന്നത്
എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. ജനത്തെ കീഴാക്കി തരുന്നവൻ. ഇതൊരു വ്യവസ്ഥാപിതമായിരിക്കുന്ന തത്വമാണ്. ദാവീദ് രാജാവാണ്. തൻ്റെ പ്രജകൾ ഒരു രാഷ്ട്രത്തിൽ രാജാവിനെതിരെ രാജാവിൻ്റെ മുകളിൽ കയറി എത്രയോ രാജ്യങ്ങൾ നടന്നിരിക്കുന്നു. രാജാവിനെ, ഭരണകർത്താവിനെ മറിച്ചിട്ടുകൊണ്ട് ഭരണം കയ്യേറ്റ് അങ്ങനെ രാജാവിനെ തകർത്ത് രാജാവിൻ്റെ മേൽ കയറി ഇല്ലാതാക്കിയ ഒരുപാട് ചരിത്രങ്ങൾ രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷെ ദാവീദ് വലിയ മിടുക്കനോ കർക്കശക്കാരനോ അല്ലെങ്കിൽ ദാവീദിനെ പൊതുവിൽ മനസ്സിലാക്കുമ്പോൾ ഒരു ഭരണസാരഥിയുടെ മനസ്സുകൊണ്ട് അടിച്ചമർത്തി ഭരിക്കാൻ കൊതിക്കുന്നൊരു മനുഷ്യനല്ല. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരോടും സൗമ്യതയും സഖ്യതയും പുലർത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന, അപ്പോൾ തന്നെ കർക്കശക്കാരനെ പോലെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വ ബോധത്തോടെ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തലവനാണെന്നും പല കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ നന്ദി പ്രകടന വേളയിൽ സമ്മതിക്കുന്നൊരു വാക്കുണ്ട്. ദാവീദ് തൻ്റെ ജനത്തെ അടിച്ചമർത്തിയിട്ടില്ല, കീഴടക്കിയിട്ടില്ല, ചവിട്ടി ഒതുക്കിയിട്ടില്ല, ചവിട്ടി താഴ്ത്തിയിട്ടില്ല. നിയമം കൊണ്ടും ഭാരം കൊണ്ടുമൊന്നും കഴുത്തിൽ നുകം വെച്ച് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന മനോഭാവത്തോടെ ഒതുക്കിയിട്ടില്ല. ആ പണി ചെയ്തത് ദൈവമാണെന്ന് ദാവീദ് ഇവിടെ സമ്മതിക്കുന്നു. ദാവീദിൻ്റെ കൈക്കീഴിലെ ജനത്തെ മുഴുവൻ ദാവീദിൻ്റെ കീഴാക്കി തരുന്നവൻ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോളണേ. കീഴടക്കുക, കീഴാക്കുക എന്ന വാക്കുകൾ രണ്ടും രണ്ടാണേ. കീഴടക്കുന്നത് ഒരു രാജാവും മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടിയെയും അവിടുത്തെ ആളുകളെയും യുദ്ധം ചെയ്ത് കീഴടക്കുകയാണ്. അതിനാണ് കീഴടക്കുക എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ കീഴാക്കുക എന്ന് പറയുന്നത് അതൊരു ബന്ധത്തിൻ്റെ, ഒരു കുടുംബത്തിലാണെങ്കിൽ കീഴടങ്ങിയിരിക്കേണ്ടവരുണ്ട്. ഒരു സ്ഥാപനത്തിൽ, ഒരു സഭയിൽ, അങ്ങനെ വാക്യങ്ങൾ ഒത്തിരിയുണ്ട്. അതൊരു സിസ്റ്റമാണ്, അതൊരു കീഴ്വഴക്കമാണ്, അതൊരു അനുഗ്രഹമാണ്. ഓരോരുത്തർ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കുക, ഓരോരുത്തർ പറയേണ്ട വാക്കുകൾ മാത്രം പറയുക. മറ്റുള്ളവരെ ഇടിച്ചൊതുക്കി അവരെ താഴ്ത്തിക്കെട്ടി അവരുടെ തലയ്ക്ക് മീതെ കയറി ആള് കളിക്കുന്നത് അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമല്ല, തകർച്ചയുടെ ലക്ഷണമാണ്. പലയിടത്തും അങ്ങനെ താളം തെറ്റിക്കാറുണ്ട്. എന്നാലൊരു കുടുംബത്തിലാകട്ടെ, ഒരു സ്ഥാപനത്തിലാകട്ടെ, എവിടെയാകട്ടെ, കീഴടങ്ങിയിരിക്കേണ്ടവർ അല്ല, അങ്ങനെയുള്ളവരില്ലേ? വേദപുസ്തകത്തിൻ്റെ തത്വം പറയുന്നത് ലോകത്തിൻ്റെ തത്വത്തിൽ അങ്ങനെയോ ഇങ്ങനെയോ എന്നുള്ളതല്ല. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കീഴടങ്ങിയിരിക്കേണ്ടവരുണ്ട്. എത്രയോ ഭാഗത്ത് പറയുന്നു. അത് ബന്ധങ്ങളുടെ സുദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. വചനമറിയാവുന്നവർക്കറിയാം, ഭക്തിയുള്ളവർക്കറിയാം, നേരോടെ നടക്കുന്നവർക്കറിയാം, ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കറിയാം ആരുടെ കീഴെയായിരിക്കണം, ഏത് കൈക്കീഴിലായിരിക്കണം, ഏത് വ്യവസ്ഥയിലായിരിക്കണം. അതുതന്നെയാണ് തത്വം. പക്ഷെ കീഴടക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് അനർത്ഥത്തിലേക്കും ആപത്തിലേക്കും അസ്വസ്ഥതയിലേക്കും ഒക്കെ നീണ്ടേക്കാം. പക്ഷെ ദൈവം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് കീഴാക്കി തരികയാണ്. ഞാൻ ഇന്ന് ഇങ്ങനൊരു കൺക്ലൂഷൻ കൊടുക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ, ഞാൻ വ്യക്തികൾ എന്നത് പരമാർത്ഥമാണിത്, എൻ്റെ ജനത്തെ എന്ന് പറയുമ്പോൾ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാനതിന് കുറച്ചുകൂടെ വിശാലമായൊരു മാനം പറയട്ടെ. ചില വിഷയങ്ങൾ നമുക്ക് കീഴേ നിൽക്കണം. എല്ലാ കാര്യങ്ങളും തലയ്ക്ക് മീതെ വരരുത്. ആകുല ചിന്തകൾ, പ്രയാസങ്ങളൊക്കെ തലയ്ക്ക് മീതെ വന്നാൽ, നമ്മളതിൻ്റെ കീഴേ ഒതുങ്ങിപ്പോയാൽ, നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ചില വിഷയങ്ങൾ എന്നും താഴെ നിൽക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ലോകമാണ്. പക്ഷെ ഒരിക്കലും അത് തലയ്ക്ക് മീതെ വരരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. താഴെ നിൽക്കേണ്ട വിഷയങ്ങൾ താഴെ നിൽക്കണം. ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ തലമുറയുടെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ, നിങ്ങളുടെ ആത്മീകത്തിൻ്റെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ മുകളിൽ വരരുത്.
താഴെ നിൽക്കണം. മോളിൽ കയറാൻ വേണ്ടി കൊതിക്കും. പ്രത്യേകിച്ച് പൈശാചികമായിരിക്കുന്ന വ്യാപാരങ്ങൾ. സാത്താനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ കയറാൻ അവൻ ശ്രമിച്ചു. ആ മീതെ കയറൽ അഥവാ വ്യവസ്ഥയ്ക്ക് മുകളിൽ വരൽ, താഴെ നിൽക്കേണ്ടവൻ, ദൈവം വെട്ടി താഴെയിട്ടവൻ, അത് താഴെ തന്നെ നിൽക്കണം. പ്രശ്നങ്ങൾ താഴെ നിൽക്കണം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ലോകമാണ്. പക്ഷെ ഇത് താഴെ നിൽക്കണം. നിൻ്റെ തലയ്ക്ക് മീതെ വരരുത്. രോഗം നിന്നെ ഒതുക്കരുത്. നിൻ്റെ മീതെ വരരുത്. കടഭാരം, കാശിനൊക്കെ ബുദ്ധിമുട്ട് വരാം. അത് നിൻ്റെ തലയ്ക്ക് മീതെ വന്ന് ഒതുക്കരുത്. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ തലയ്ക്ക് മീതെ വരരുത്. ഏത് പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കീഴെ നിൽക്കട്ടെ. നിങ്ങൾ വിവേചിക്കുക. അടുത്ത ആണ്ടിലേക്ക് കയറുമ്പോൾ കീഴെ നിൽക്കേണ്ട കാര്യങ്ങളെ ദൈവം കീഴെ തന്നെ നിർത്തട്ടെ. തലയ്ക്ക് മീതെ പൈശാചികവും ദുഷ്ടനും അന്ധകാരവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്നതുമായിരിക്കുന്ന ഒരു വിഷയങ്ങളും കഴുത്തിന് മീതെ വരരുത്, നെഞ്ചിന് മീതെ വരരുത്, തലയ്ക്ക് മീതെ വരരുത്. അതെല്ലാം നിൻ്റെ കാലിൻ്റെ കീഴെ. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ കാലിൻ്റെ കീഴെ വേണം പിശാച്, സാത്താൻ. കാൽ കീഴെ. കാൽപ്പത്തിക്ക് മുകളിൽ വരരുത്, മുട്ടിന് മുകളിൽ വരരുത്, നെഞ്ചിന് മുകളിൽ വരരുത്, തലയ്ക്ക് മുകളിൽ വരരുത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അടുത്ത ആണ്ടുകളിൽ തലയ്ക്ക് മീതെ വിഷയങ്ങൾ കയറരുത്. തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വരരുത്. തലയ്ക്ക് മീതെ നദി ഒഴുകുന്നത് പോലെ, തിരമാല കയറി വരുന്നത് പോലെ പ്രതികൂലങ്ങൾ കയറി വരരുത്. കീഴാക്കേണ്ടതിനെ മുഴുവൻ കീഴാക്കിയിട്ടേ 2024 പറഞ്ഞു വിടാവൂ. 2 ദിവസത്തോടെ ബാക്കിയുണ്ടല്ലോ. ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് വചനം കേട്ട് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ ആണ്ടിൽ ചില വിഷയങ്ങളൊക്കെ ചില സമയത്ത് ഓളങ്ങളും തിരമാലകളും തലയ്ക്ക് മീതെ വന്നതുപോലെ ചില വിഷയങ്ങൾ തലയ്ക്ക് മീതെ വന്നു, അസ്വസ്ഥമായി കരയേണ്ട വന്നു. ചിലരുടെ മുമ്പിലൊക്കെ ഇച്ചിരി കൊച്ചായിപ്പോയി. പക്ഷെ അടുത്ത കൊല്ലം അങ്ങനെ ആകല്ലേ. കീഴാക്കേണ്ടതിനെല്ലാം കീഴാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദാവീദിന് അങ്ങ് ചെയ്തു കൊടുത്ത അപാര ഗുണങ്ങൾ ഞങ്ങൾ കണ്ടപ്പാ, അങ്ങത്ര മഹാൻ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു രാജാവൊന്നുമല്ല. പക്ഷെ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വസ്ഥത പോലും കെടുത്തുന്ന ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ, ചില വാക്കുകൾ, ചില എതിരാളികളുടെ നയങ്ങൾ തലയ്ക്ക് മീതെ കയറി വന്ന് ശുശ്രൂഷകളെപ്പോലും ബാധിക്കുന്ന അനേക ഘട്ടങ്ങൾ. എന്നാൽ അടുത്ത ആണ്ടുകൾ അങ്ങനെ ആയിരിക്കില്ല. കീഴെ വരേണ്ടതിനെ കീഴെ വരുത്തി, കാൽ കീഴെയാക്കേണ്ടതിനെ കാൽ കീഴെയാക്കി, ഒതുങ്ങേണ്ടതിനെ ഒതുക്കി ദൈവം അത് ചെയ്തു തരും. ഈ വാക്യം വെച്ച് ദൈവം അത് ചെയ്തു തരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.